ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കപ്പെട്ട നബിയെ ഏറ്റവും നല്ല പെണ്ണ് ആരാണ്? ഫഖാല റസൂലുള്ളാഹി, അതാണ് റസൂൽ പറഞ്ഞു, 3 ഗുണങ്ങളുള്ള പെണ്ണ് ഏറ്റവും നല്ല പെണ്ണാണ്. ഏതാ 3 ഗുണങ്ങൾ? ഒന്ന്, ഇദാ നളർതഹാ സർറതുക, ഇദാ നളർതഹാ സർറതുക, നീ അവളെ നോക്കിയാൽ നിന്നെ അവൾ സന്തോഷിപ്പിക്കും, നാട്ടുകാരെ നോക്കി സന്തോഷിപ്പിക്കൂല. ഇതന്നെയാണ് അതിന്റെ അർത്ഥം. ഇദാ നളർതഹാ സർറതുക, ഇദാ നളർതഹാ സർറതുക. മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബി അങ്ങോട്ട് പറഞ്ഞു, നബിയെ എനിക്കൊരു പെണ്ണുണ്ട്, എന്താ കുഴപ്പമെന്നറിയോ? ലാ തംനഉ ഇല്ലാ ലാമിസൻ, ഒരു ലാമിസിനെ ആര് കൈ തൊട്ടാലും ഓള് വിലങ്ങൂല എന്ന് പറഞ്ഞു. ഇതാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കഴിച്ചിട്ടാണ്, അതാണ് കഴിച്ചിട്ടാണ്, അത് നല്ലതല്ല എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതന്നെ, നാട്ടുകാര് ചിരിച്ചാൽ അവള് ചിരിക്കൂല. ഇദാ നളർതഹാ, ഇദാ നളർതഹാ, നീ അവളോട് ഇരിക്ക, നീ എന്നെ നാട്ടുകാരോട് മൊത്തത്തിൽ ചിരിക്കണില്ല. ഇദാ നളർതഹാ, നീ അവളോട് ചിരിക്ക, അവൾ നിന്നെ അങ്ങോട്ട് സന്തോഷിപ്പിക്ക. അങ്ങനെയാ. ഇദാ നളർതഹാ, ആ പെണ്ണിനോട് നീ ചിരിച്ചാൽ സർറതുക, ആ പെണ്ണ് നിന്നെ സന്തോഷിപ്പിക്കും. വഇദാ അമർതഹാ അത്വഅതുക, നീ അവളോട് എന്ത് കൽപ്പിച്ചാലും അവളത് അംഗീകരിക്കും. എന്ത് കൽപ്പിച്ചാലും അംഗീകരിക്കും, എന്ത് കൽപ്പിച്ചാലും അംഗീകരിക്കും. പിന്നീട് അതിന്റെ ബുദ്ധിമുട്ടുകൾ അവൾ പറഞ്ഞു തരും, എങ്കിലും അംഗീകരിക്കും. നാളെ രാവിലെ ഹിമാലയ പർവ്വതം കോഴിക്കോട് എത്തണമെന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് നോക്കാലോ എന്ന് പറയണം. അതാണ് നല്ല പെണ്ണ്. എന്നാൽ അതവൾ കൊണ്ടുവരുന്നില്ല, എങ്കിലും അത് അവൾക്ക് കഴിയില്ലല്ലോ. അതിന്റെ അർത്ഥം ബുദ്ധിമുട്ടുള്ള പണിയെ അവളെ ഏൽപ്പിക്കണമെന്നല്ല, അനുസരണയാണ് പെണ്ണിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഹബീബായ റസൂലുള്ളാഹി ആയിഷ ബിബിയോട് പറഞ്ഞു, റളിയല്ലാഹു അൻഹ, ലാ തനാമി ഹത്താ തഖ്തിമിൽ ഖുർആൻ, ഖുർആൻ ഖത്തം തീർക്കാതെ ഉറങ്ങാൻ പാടില്ല. അപ്പൊ ആയിഷ ബിബി ഒന്നും മിണ്ടിയില്ല. അപ്പൊ തൽക്കാലം കുറച്ചതിന്റെ മുസ്തഫ നബിയോട് പറഞ്ഞു, നബിയെ അമർത്തനി ബിമാലാവുത്തേക്കു, കഴിയാത്ത കാര്യമാണല്ലോ ഇപ്പൊ ഈ പറഞ്ഞത്. അങ്ങനെ അന്ന് ഖുർആൻ ഖത്തം തീർക്കാണെങ്കിൽ അന്ന് ഉറങ്ങാൻ കഴിയുമോ? ഫഖാല റസൂലുള്ളാഹി, മൈക്ക് കൊച്ച പോലെ ശ്രദ്ധിക്കുക. ബഹുമാനപ്പെട്ട ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇനി വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇഖ്റാഇ സൂറത്തുൽ ഇഖ്ലാസ് 3 മററാത്തിൻ, 3 വട്ടം ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയാൽ മതി. ഫഇന്നഹാ സുലുസുൽ ഖുർആൻ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആന്റെ 3/1 ഖുൽ ഹുവല്ലാഹു അഹദ്. അത് 3 വട്ടം ഓതിയാൽ ഒരു തവണ ഖുർആൻ ഓതിയത് പോലെയാണ്. വളരെ ശ്രദ്ധിക്കണം, ആലോചിക്കണം. എങ്കിലും അനുസരിച്ചു. ഇതാണ് അനുസരണ പെണ്ണിന്റെ അടിസ്ഥാനമാണ്. പെണ്ണിനോട് അർഹതയില്ലാത്തത് കൽപ്പിക്കാൻ പാടില്ല. അത് വലിയ ഭീമമായ തെറ്റാണ്. അവർ അല്ലാഹുവിങ്കിൽ ശിക്ഷിക്കപ്പെടും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പക്ഷേ അനുസരണ ബോധമാണ്. മര്യാദയ്ക്ക് നടത്തിപ്പോകൽ. ഗ്രഹനാഥനാണ്, സൂപ്രണ്ടാണ് പുരുഷൻ, അവൻ പറഞ്ഞ് അനുസരിക്കണം. ഒരു ഓഫീസിൽ ഒരാൾ പറയുന്നത് മറ്റുള്ളവർ അനുസരിച്ചിരിക്കണം. അപ്പോഴേ അതിന്റെ സുഗമമായ നടത്തിപ്പോക്ക് ഉണ്ടാവുകയുള്ളൂ. ഈ നിലവാരമാണ് ആ പറയുന്നത്. ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ 3ാമത്തെ കാര്യം എന്താ പറഞ്ഞത്? വൈദാ ഗിബ്ത അൻഹാ, നീ അവരുടെ അരികിൽ നിന്ന് പോന്നാൽ തഹ്ഫദു നഫ്സക നഫ്സഹാ വമാലക, തഹ്ഫദു നഫ്സഹാ വമാലക. വൈദാ ഗിബ്ത അൻഹാ, നീ അവളിൽ നിന്ന് ഇറങ്ങിപ്പോന്നാൽ തഹ്ഫദു, അവൾ സംരക്ഷിക്കും, നഫ്സഹ, അവളുടെ ശരീരത്തെയും, വമാലക, നിന്റെ ധനത്തെയും അവൾ സംരക്ഷിക്കും. അപ്പൊ വീട്ടിലെ സുഗമമായ എല്ലാ കാര്യത്തിന്റെയും വഴിവഴിക്കുള്ള കുടുംബ വ്യവസ്ഥയുടെ നടത്തിപ്പോക്ക് വിശ്വസ്തതയായ ഒരു പെണ്ണുണ്ടാകരാൻ, ഈ കുടുംബ വ്യവസ്ഥ മൊത്തത്തിൽ എല്ലാ ഗ്രാമങ്ങളിലെയും സമാധാന അന്തരീക്ഷം തകരാൻ ഇത് കാരണമാകും എന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസിർ വിശദീകരിക്കുന്നുണ്ട്. മാത്രമല്ല നോക്കൂ, വേറെയും ചില ബുദ്ധിമുട്ടുകളുണ്ട്. മനുഷ്യനെ വൈവാഹികമായ സമ്പർക്കം എന്ന് പറയുന്നത് വളരെ ഗോപ്യമാക്കി നിൽക്കുന്ന ഒരു കാര്യമാണ്. ആ ഗോപ്യമായി നിൽക്കുന്ന വൈവാഹിക പ്രവർത്തന ബന്ധങ്ങളിലാണ് പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ്, ഈ ലോകത്തിന്റെ തന്നെ നിലനിൽപ്പ്. ഇത്തരം കാര്യങ്ങളൊക്കെ മനുഷ്യൻ വളരെ ഗോപ്യമായി ചെയ്യുന്നത് കൊണ്ടാണ്. വളരെ രഹസ്യമായിട്ട് ബാപ്പയും മകനും ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ മനുഷ്യൻ മറച്ചു ചെയ്യേണ്ടതാണ്. വ്യഭിചാരം അധികരിക്കുന്നതോടുകൂടെ മറച്ചു ചെയ്യേണ്ട കാര്യങ്ങൾ പരസ്യമാകും, പ്രപഞ്ചഘടന താറുമാറാകും. ഇത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്.
والدليل عليه أن أعظم أنواع الشتم عند الناس ذكر ألفاظ الوقاع ولولا أن الوطأ يوجب الذلة وإلا لما كان الأمر كذلك وأيضا فإن جميع العقلاء لا يقدمون على الوطء إلا في المواضع المستترة. മനുഷ്യർ ഗോപ്യമായി ചെയ്യുന്ന കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ. എന്നാൽ വ്യഭിചാരം അധികരിക്കുന്നതോടുകൂടെ ഗോപ്യമായി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പരസ്യമായി തീരും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ലാ തഖൂമു സ്സാഅ, ഖിയാമത്ത് നാൾ ഉണ്ടാവുകയില്ല, ഹത്താ യതഫാസദൻ നാസു തഫാസുദൽ ഹുമുരി ഫിത്തുറുഖി വൽ അസ്വാഖ് എന്നാണ്. കഴുതകൾ മേൽക്കേറും പോലെ ആണുങ്ങളും പെണ്ണുങ്ങളും ചന്തയിലും വഴികളിലും മേൽക്കേറിയിട്ടല്ലാതെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ലെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രപഞ്ചഘടന നശിച്ചു, അതാണ് ലോകം നശിക്കാൻ കാരണമാവുക. വ്യഭിചാരം ലോകം നശിക്കാൻ കാരണമാണ്. അതുകൊണ്ടുകൂടിയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ് ലാ തഖൂമു സ്സാഅ, ഖിയാമത്ത് നാൾ ഉണ്ടാവുകയില്ല, ഹത്താ يتفاسد الناس تفاسد الحمر في الطرق والأسواق. മനുഷ്യര് ആണും പെണ്ണും കാലികൾ കഴുതകൾ, ഹുമുർ എന്നാ പറഞ്ഞ കഴുതകൾ മേൽക്കേറും പോലെ ഫിത്തുറുഖി വഴികളിലും വൽ അസ്വാഖി അങ്ങാടികളിലും ആണും പെണ്ണും മേൽക്കാറാതെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. അങ്ങേറ്റുള്ള പോക്കാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അങ്ങോട്ടാണ് ഈ പോകുന്നത്. വളരെ ഗൗരവത്തോടെ ഈ ലോകത്തിന്റെ പ്രപഞ്ചത്തിന്റെ ഘടന നിലനിർത്തണമെങ്കിൽ വളരെ അത്യാവശ്യമായ കാര്യം വ്യഭിചാരത്തിന് ലൈസൻസ് കൊടുക്കുകയല്ല, അത് ആഘോഷിക്കുകയല്ല, അതിനെ നിഷ്കാസനം ചെയ്യുകയാണ്.